ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ മറ്റൊരു സബ്ജക്റ്റുമായിട്ടാണ് വന്നിരിക്കുന്നത്. പല കമ്പനികളും അവരുടെ പ്രോഡക്റ്റ് മാർക്കറ്റിൽ സപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത് റിട്ടേൺ എടുക്കുന്ന കാര്യത്തിൽ ചില മാനദണ്ഡങ്ങൾ വെക്കാറുണ്ട്, അല്ലെങ്കിൽ അവരെടുക്കാൻ തയ്യാറാവാത്ത സാഹചര്യങ്ങൾ ഉണ്ടാവാറുണ്ട്. അത് ഒരു പക്ഷേ മാർക്കറ്റിൽ സെയിൽസിനെ എഫക്റ്റ് ചെയ്യുന്നൊരു കാര്യമാണ്. മാർക്കറ്റിൽ നിന്നും ഐറ്റം റിട്ടേൺ എടുക്കണോ എന്നുള്ളൊരു ചോദ്യം അവിടെ കിടക്കുമ്പം പലരും പറയും എടുക്കരുതെന്ന് പറയാറുണ്ട്. പക്ഷെ ചില കമ്പനികൾ അത് എടുക്കുന്നതിൽ തെറ്റില്ല എന്ന രീതിയിലും സംസാരിക്കുന്നത് കാണാറുണ്ട്, അത് ചെയ്യാറുണ്ട്. നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്ന സമയത്ത് റിട്ടേൺ എടുക്കുക എന്ന് പറഞ്ഞ പ്രോസസ്സ് അത് ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ ചില മാനദണ്ഡങ്ങൾ ബേസ് ചെയ്ത് മാത്രമേ ആ ഒരു സംഗതി ചെയ്യാൻ പാടുള്ളൂ. മാർക്കറ്റിൽ നമ്മൾ ഇപ്പോഴത്തൊക്കെ മാർക്കറ്റ് പ്രത്യേകിച്ച് ഐറ്റം സപ്ലൈ ചെയ്യുമ്പോൾ ഒരു ലിമിറ്റഡ് റേഞ്ച് ഓഫ് പ്രൊഡക്റ്റ് മാത്രമേ നമ്മൾ സപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ബൾക്ക് ക്വാണ്ടിറ്റി ആയിട്ടൊന്നും ഒരിക്കലും ഒരു സ്ഥാപനത്തിലേക്കും നമ്മൾ സപ്ലൈ ചെയ്യാൻ നിൽക്കരുത്. അവരുടെ റിക്വയർമെൻ്റ് അനുസരിച്ചൊക്കെ ആദ്യം തന്നെ നമ്മൾ സപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. അതെന്താ പറയാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റിട്ടേൺ എടുക്കാനുള്ള സാധ്യതകൾ നമ്മൾ കുറയ്ക്കാൻ ശ്രമിക്കുക. ഒരു പക്ഷേ പല രീതിയിലുള്ള കാരണങ്ങൾ കൊണ്ട് നമുക്ക് ഐറ്റം റിട്ടേൺ എടുക്കാൻ ബാധ്യതയുണ്ടാവും. ഒന്നാമത്തെ കാര്യം എന്നുണ്ടെങ്കിൽ ഓവർ സ്റ്റോക്ക് നമ്മൾ അടിച്ചേൽപ്പിച്ച് കഴിഞ്ഞാൽ ഒരു പക്ഷേ നമുക്ക് ഡേറ്റും കാര്യങ്ങളും നോക്കിയിട്ടുള്ള എക്സ്പയറി ഡേറ്റും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ആ കസ്റ്റമർ അത് റിട്ടേൺ കൊണ്ടുപോകാനുള്ളൊരു റിക്വയർമെൻറ്റ് നടത്തും. അതല്ലാത്ത കേസിൽ മറ്റെന്തെങ്കിലും ഡാമേജ് കേസുകളൊക്കെ വന്നതുണ്ടാവും. അങ്ങനത്തെ കേസിലും ഒരു പക്ഷേ നമുക്ക് ഐറ്റം റിട്ടേൺ എടുക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സമയത്താണെങ്കിൽ പോലും നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എക്സ്പയറി ഡേറ്റ് എന്ന് പറഞ്ഞൊരു സംഗതിയുണ്ട് അല്ലേ. ഏതൊരു പ്രൊഡക്റ്റിനും കമ്പനി ഒരു എക്സ്പയറി ഡേറ്റ് കൊടുക്കും. ചിലപ്പോൾ 1 ഇയർ ആയിരിക്കാം, ചിലപ്പോൾ 2 ഇയർ ആയിരിക്കാം, ചിലപ്പോൾ 10 ഇയർ ആയിരിക്കാം, അല്ലെങ്കിൽ അതിൻ്റെ മുകളിലേക്കും ആയിരിക്കാം. അപ്പം ആ ഒരു പീരീഡിൻ്റെ ഉള്ളിലായിട്ട് ഈ സാധനം തിരിച്ചെടുക്കാനുള്ള ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതിനുള്ളിൽ ചെയ്താൽ മാത്രമേ അതിനൊരു വാലിഡിറ്റി അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ബെനിഫിറ്റ് തിരിച്ചെടുക്കാൻ കഴിയൂ. എല്ലാ കമ്പനിയും റിട്ടേൺ എടുക്കും. പക്ഷേ മാർക്കറ്റിൽ ചില സപ്ലൈസൊക്കെ റിട്ടേൺ എടുക്കുന്ന കാര്യത്തിൽ ഭയങ്കര ഒരു ശാഠ്യം പിടിക്കുന്നത് കാണും. അത് വലിയ പ്രശ്നമാണ്. ശരിക്കും റിട്ടേൺ എടുക്കുക എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. അതിൻ്റെ സിസ്റ്റങ്ങളെല്ലാം കറക്റ്റാണെങ്കിൽ, ഒരു സിസ്റ്റം ബേസ് ചെയ്തിട്ട് ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ഒരു വിഷയവുമില്ല അക്കാര്യത്തിന്. ഏതൊരു കമ്പനിയും റിട്ടേൺ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ബാക്കി കാര്യങ്ങളും വൃത്തിക്ക് ചെയ്തിരുന്ന കമ്പനികളാണ് എല്ലാ കമ്പനികളും. അപ്പോൾ നമ്മൾ എടുക്കുന്നത് അതിൻ്റെ സിസ്റ്റം കറക്റ്റ് ചെയ്തുകൊണ്ട്, നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ അതിൻ്റെ എക്സ്പയറി ഡേറ്റും കാര്യങ്ങളും നോക്കിക്കൊണ്ട്, മറ്റെന്തെങ്കിലും അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഷോർട്ടേജോ പ്രോബ്ലംസോ അല്ലെങ്കിൽ ഡാമേജോ വന്നതാണെങ്കിൽ അതൊക്കെ ഒന്ന് ക്ലിയർ ചെക്കൗട്ട് ചെയ്തിട്ട് മാത്രം റിട്ടേൺ എടുക്കാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ അതൊരു ബാധ്യതയായിട്ട് ഫ്യൂച്ചറിൽ നമ്മൾ കിടക്കും. അപ്പം റിട്ടേൺ എടുക്കുന്ന സാധനം കറക്റ്റ് നമുക്ക് റീപ്ലേസ് ചെയ്ത് കിട്ടുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം നമ്മൾ ഉതിരുക. ബാക്കിയുള്ള കാര്യങ്ങൾ അതിനനുസരിച്ച് നമ്മൾ സിസ്റ്റം ബേസ് ചെയ്തുകൊണ്ട് ക്ലയൻറ്റിനെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് വേണം എന്ത് ചെയ്യാൻ, റിട്ടേണിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ. ഒരിക്കലും അത് സപ്ലൈസിനോ മറ്റ് രീതിയിലുള്ള കമ്പനികൾക്കോ അത് ഒരു ബാധ്യത ആവാത്ത രീതിയിൽ വേണം ഈ റിട്ടേൺ പ്രോസസ്സും കാര്യങ്ങളും നമ്മൾ ഒരു സ്ഥാപനത്തിലേക്ക് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ ശ്രമിക്കേണ്ടത്. ഓക്കെ, എനിവേ എല്ലാം ചെയ്യുന്നതിൽ കുഴപ്പമില്ല റിട്ടേൺ. പക്ഷെ അതിന് കറക്റ്റായിട്ടുള്ള മാനദണ്ഡങ്ങൾ നമ്മൾ തന്നെ ഇംപ്ലിമെൻ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം മാത്രമാണ് നമുക്ക് ആ റിട്ടേൺ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. എങ്കിൽ മാത്രമേ നമുക്ക് നഷ്ടമില്ലാതെ ആ ഒരു സംഗതി മുന്നോട്ട് പോവുകയുള്ളൂ. ഓക്കെ, ബിസിനസ് എന്ന് പറയുന്നത് തന്നെ ഒരു സിസ്റ്റത്തെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു യാത്രയാണ്. ഒരു പ്രോപ്പർ സ്ട്രക്ചർ ബേസ് ചെയ്തുകൊണ്ടായിരിക്കും ഏതൊരു ബിസിനസ്സും ഏതൊരു ട്രേഡിംഗ് സ്ഥാപനവും മുന്നോട്ട് പോകുന്നത്. അങ്ങനെ മുന്നോട്ട് പോകുന്ന ഒരു ട്രേഡിംഗ് സ്ഥാപനത്തിൻ്റെ റെപ്യൂട്ടഡ് സ്റ്റാഫ്, നമ്മൾ അസൈൻ ചെയ്തിട്ടുള്ള പ്രോപ്പർ സ്റ്റാഫുകൾ
ഇപ്പോഴത്തെ ഒരു മാർക്കറ്റിൻ്റെ രീതി അനുസരിച്ച് എവിടെയും ഓവറായിട്ട് സപ്ലൈ ചെയ്യാതിരിക്കുക. ഓരോ മാർക്കറ്റിംഗ് സ്റ്റാഫിനും അവരുടേതായ ടാർഗറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ പലപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പല മാർക്കറ്റിംഗ് ഏരിയകളിലും പല സ്റ്റാഫുകളും ടാർഗറ്റ് അച്ചീവ് ചെയ്യുക എന്ന രീതിയിൽ എന്ത് ചെയ്യും, ഓവറായിട്ട് പല സ്ഥാപനങ്ങളിലും ബില്ലടിച്ച് കയറ്റി മന്ത് എൻഡിൽ ബില്ലടിച്ച് കയറ്റി നമ്മുടെ ടാർഗറ്റ് റേഞ്ച് ഇക്വലൈസ് ചെയ്യും. നെക്സ്റ്റ് മന്ത് മുതൽ ഇവർക്ക് ആ സെയിൽ പ്രോപ്പർ അല്ലെങ്കിൽ ഇതവിടെ സ്റ്റോക്കായി കിടക്കും, വിൽക്കാൻ കഴിയാതെ കിടക്കും. അങ്ങനെ വരുന്ന സമയത്തും ചിലപ്പോൾ എന്ത് ചെയ്യാറുണ്ട്, ഒരു റിട്ടേൺ പോളിസിയുടെ സ്ട്രാറ്റജി അവിടെ വർക്കൗട്ടാവും. ഈ രീതിയിലുള്ള ഒരു സെയിൽസ് പ്രോസസ്സ് നടക്കുന്നുണ്ടെങ്കിൽ അത് കറക്റ്റ് ഇവാലുവേറ്റ് ചെയ്തിട്ട് അത് ബ്ലോക്ക് ചെയ്യേണ്ടി വരും. അത് ആരും കുറ്റമൊന്നുമല്ല. ഇപ്പോൾ ആരും മാർക്കറ്റ് വർക്ക് ചെയ്യുന്ന ആളുകളൊക്കെ അത് അവരുടേതായിട്ടുള്ള പ്രഷറിൻ്റെ ബേസിൽ ചെയ്തു പോകുന്നതാണ്. അപ്പോൾ അത് പ്രോപ്പറാവുക. ഇപ്പം നമ്മൾ മാർക്കറ്റിംഗ് സ്റ്റാഫ് ആണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ ബിസിനസ് മാൻ ആണെങ്കിലും നമ്മൾ എന്ത് ചെയ്യാം, അങ്ങനത്തെ ഒരു സിസ്റ്റം ഒഴിവാക്കിയിട്ട് കൗണ്ടർ ലെവലിൽ കൂട്ടുക. ഇപ്പം ഒരു സ്ഥാപനത്തിൻ്റെ ഒരു ഏരിയയിൽ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യുന്നതിൻ്റെ ലെവലിലേക്ക് സെയിൽ വരാത്തതാണെങ്കിൽ അവിടെ ഒന്നോ രണ്ടോ ട്രേഡിംഗ് സ്ഥാപനങ്ങളിലേക്ക് നമ്മൾ പ്ലേസ് ചെയ്യുന്ന രീതിയോ അല്ലെങ്കിൽ ഡിമാൻഡ് സെയിലോ അവിടെ ജനറേറ്റ് ചെയ്യാം. അങ്ങനെയാകുമ്പോൾ നമുക്ക് ടാർഗറ്റ് ലെവലിലേക്ക് എത്താൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. എപ്പോഴും ഒരു മാർക്കറ്റിംഗ് സ്റ്റാഫിൻ്റെ പവർ അല്ലെങ്കിൽ അയാളുടെ ടോക്കിംഗ് സ്ട്രെങ്ത്ത് ബേസ് ചെയ്തിട്ടേക്കും പർച്ചേസിങ് എന്ന ഒരു സംഗതി, ഒരു പ്രോസസ്സ് അല്ലെങ്കിൽ ഒരു പർച്ചേസിങ് പവർ അവർ കൂട്ടുക. പ്രയോറിറ്റി ബേസ് ചെയ്യണം. ആ പ്രയോറിറ്റി നമ്മൾ ആരുണ്ടാക്കണം, മാർക്കറ്റിംഗ് സ്റ്റാഫ് ഉണ്ടാക്കണം, അല്ലെങ്കിൽ ആ ബിസിനസ് ഫോം ഉണ്ടാക്കണം. ആ സ്ട്രാറ്റജി ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും പെട്ടെന്ന് വേഗത്തിൽ തന്നെ എന്ത് ചെയ്യാം, സെയിൽ കൂട്ടാം. ഐറ്റത്തിൻ്റെ ഡിമാൻഡ് എന്നത് അവരെ പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് അതിന് വേണ്ട രീതിയിലുള്ള പ്രോപ്പർ ചാനലുകൾ അവിടെ വർക്കൗട്ട് ചെയ്യാം. ചിലപ്പോൾ മീറ്റുകൾ വേണ്ടി വരാം, ചിലപ്പോൾ മറ്റെന്തെങ്കിലും രീതിയിലുള്ള പ്രൊമോഷണൽ ആക്ടിവിറ്റീസൊക്കെ ചെയ്തു കൊടുക്കേണ്ടി വരാം. ഇതൊക്കെ ചെയ്തു കൊടുത്തുകൊണ്ട് നമ്മൾ അവിടെ അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്ത് എന്നത് സമൂഹത്തിനെ അറിയിച്ചു കഴിഞ്ഞാൽ, ആ ബിസിനസ് സ്ഥാപനത്തെ അറിയിച്ചു കഴിഞ്ഞാൽ, ആ ട്രേഡിംഗ് സ്ഥാപനത്തെ അറിയിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അതിൻ്റെ ഡെപ്ത് എന്താണെന്ന് ഇവർ മനസ്സിലാക്കി അതിന് സെയിൽസ് കൂട്ടാൻ നോക്കും. അതിൻ്റേതായ സെയിൽസ് കൂട്ടാൻ നോക്കും. ബെനിഫിറ്റ് എന്താണെന്നുള്ളതൊക്കെ പറഞ്ഞു കൊടുക്കണം. ഇപ്പോഴത്തെ കാലത്തൊക്കെ ബിസിനസ് എന്ന് പറഞ്ഞാൽ സാധനം വിൽക്കാമെന്ന് മാത്രമല്ല, അഡീഷണൽ ബെനിഫിറ്റ് പർച്ചേസ് ചെയ്യുന്ന ആൾക്കും വിൽക്കുന്ന ആൾക്കും അതുമായി റിലേറ്റഡുള്ള ആൾക്കൊക്കെ എന്തൊക്കെ ബെനിഫിറ്റ് ഉണ്ട് എന്നത് ചോദിക്കുന്നൊരു കാലഘട്ടമാണ്. അപ്പോൾ അത് എന്ത് എന്നത് നമ്മൾ പ്രോപ്പർ ചാനലിലൂടെ അവരെ അറിയിക്കണം, അവർക്ക് മനസ്സിലാക്കി കൊടുക്കണം. അങ്ങനെ ആകുമ്പം നമുക്ക് ആ ഐറ്റത്തിൻ്റെ പ്രോഫിറ്റ്, ആ ഐറ്റത്തിൻ്റെ സെയിൽസ് കൂടും. അങ്ങനെയൊക്കെയാണ് നമുക്ക് സെയിൽസ് കൂട്ടാൻ കഴിയുക. അപ്പം ഞാൻ മുകളിൽ പറഞ്ഞ സംഗതി ഒരു വേ മാത്രമാണ്. അതിന് ബദലായിട്ട് ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്താൽ നമ്മളറിയാതെ തന്നെ നമ്മളെ സെയിൽ കൂടും. അതർവൈസ് നമ്മൾ അതിൻ്റേതായ മറ്റ് ഭാഗങ്ങൾ നോക്കിക്കൊണ്ട് നമ്മൾ ഐറ്റം പ്ലേസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ടാക്കണം. ഇതൊന്നും ആർക്കും ഒന്നും പ്രശ്നം ഉണ്ടാകുന്ന രീതിയിലേക്കുള്ളൊരു ടോക്കല്ല. അത് നമ്മുടെ ബിസിനസ്സിൻ്റെ നഷ്ടങ്ങൾ നികത്താനുള്ള ഒരു വഴി മാത്രമാണ്. ഓക്കെ, അപ്പോൾ എനിവേ നിങ്ങൾക്ക് പലർക്കും പല അഭിപ്രായങ്ങളുണ്ടാവും, എനിക്കറിയാം. ആ അഭിപ്രായങ്ങൾ അനുസരിച്ച് മുന്നോട്ട് നമ്മൾ പോകുന്നുണ്ടാവും. പക്ഷെ അതിൻ്റെ ഇടയിൽ നമ്മൾ എന്ത് ചെയ്യണം, ചില കാര്യങ്ങളിൽ കറക്റ്റ് കൺട്രോളിങ്ങും ചില കാര്യങ്ങൾ കറക്റ്റ് സ്റ്റഡി ചെയ്തുകൊണ്ടുള്ള മൂവ്മെൻറ്റും നടത്തണം. അപ്പോൾ മാത്രമേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ, ഒരു ബിസിനസ്സിൻ്റെ റണ്ണിങ് പ്രോപ്പർ ആവുള്ളൂ. ഓക്കെ.